Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of the preamble. FIUGP VSc English Commerce and Management Framing Values, Literary and Cultural Narratives for Commerce and Management, third semester, Calicut University. Answer the following questions in 2 or 3 sentences. Short answer questions are: what does the term sovereign imply in the preamble of the Indian Constitution? Indian Constitution, Indian ഭരണഘടനയുടെ preamble ആമുഖത്തിൽ sovereign എന്ന് പറഞ്ഞിട്ടുള്ള ടേം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ മീനിങ് ആണ് നൽകുന്നത്? The term sovereign signifies the independent and supreme authority of the Indian state. അതായത് ഇന്ത്യൻ സ്റ്റേറ്റിൻ്റെ കംപ്ലീറ്റ് അതോറിറ്റി, ഒരു സുപ്രീം അതോറിറ്റി, അതിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റിനെയാണ് ഇത് സിഗ്നിഫൈ ചെയ്യുന്നത്. ഇന്ത്യ ഈസ് എ ഫ്രീ കൺട്രി. ഇറ്റ് ക്യാൻ മേക്ക് ഇറ്റ്സ് ഓൺ ലോസ് ആൻഡ് ഡിസിഷൻസ് വിത്തൗട്ട് ബീങ് കൺട്രോൾ ബൈ എനി അതർ കൺട്രി. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു കൺട്രോൾ ഇല്ലാതെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റിന് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാനും ഒക്കെ കഴിയുന്ന ആ ഒരു പരമാധികാരത്തെയാണ് സോവറൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ വേർഡ്, ആ ഒരു ടേം സിഗ്നിഫൈ ചെയ്യുന്നത്. വാട്ട് പ്രിൻസിപ്പിൾ ഡസ് ദ ടേം സോഷ്യലിസ്റ്റ് സിഗ്നിഫൈ ഇൻ ദ പ്രിയാമ്പിൾ? ഈ ഒരു ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് എന്തിനാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ദ ടേം സോഷ്യലിസ്റ്റ് സിഗ്നിഫൈസ് ദ സ്റ്റേറ്റ്സ് കമ്മിറ്റ്മെൻറ്റ് ടു ദ വെൽഫെയർ സ്റ്റേറ്റ് ആൻഡ് എൻഷുറിങ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഒരു വെൽഫെയർ സ്റ്റേറ്റിനെയാണ് സോഷ്യലിസ്റ്റ് സിഗ്നിഫൈ ചെയ്യുന്നത്. അതായത് ഒരു ക്ഷേമരാഷ്ട്രം, എല്ലാ തരത്തിലും ജനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഒരു ക്ഷേമം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് സോഷ്യലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അതായത് അവസരങ്ങൾക്കുള്ള തുല്യത ഇത് ഉറപ്പ് വരുത്തുന്നുണ്ട്. ഹൗ ഡസ് ദ പ്രിയാമ്പിൾ ഡിഫൈൻ റിലീജിയസ് ഇൻക്ലൂസിവിറ്റി ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ റിലീജിയസ് ഇൻക്ലൂസിവിറ്റി, അതായത് എല്ലാ മതത്തെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഉൾക്കൊള്ളിപ്പിക്കുന്നുണ്ട്. ഇത് പ്രിയാമ്പിൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്? പ്രിയാമ്പിൾ സേസ് ദാറ്റ് ഇന്ത്യ ഈസ് എ സെക്യുലർ കൺട്രി. പീപ്പിൾ ആർ ഫ്രീ ടു ഫോളോ എനി റിലീജിയൻ ആൻഡ് ദ ഗവൺമെൻറ് ട്രീറ്റ്സ് ഓൾ റിലീജിയൻസ് ഈക്വലി. അതായത് ഈ പ്രിയാമ്പിളിൽ പറയുന്നുണ്ട് ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണെന്ന് പറയുന്നുണ്ട്, ഒരു മതേതര രാജ്യമാണെന്ന് പറയുന്നുണ്ട്. എല്ലാ റിലീജിയനും എല്ലാ മതത്തെയും തുല്യമായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. വാട്ട് ഡസ് ദ വേർഡ് ഡെമോക്രാറ്റിക് ഇൻ ദ പ്രിയാമ്പിൾ സിഗ്നിഫൈ? ഈ ഒരു പ്രിയാമ്പിളിൽ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ടേം എന്തിനാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ഡെമോക്രാറ്റിക് മീൻസ് പീപ്പിൾ ഹാവ് ദ പവർ ടു ചൂസ് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ് ത്രൂ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ്. ഡെമോക്രാറ്റിക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ജനങ്ങൾക്ക് അവരുടെ ലീഡേഴ്സിനെ ഇലക്ഷനിലൂടെ ഫ്രീ ആയിട്ടുള്ള ഫെയർ ന്യായമായിട്ടുള്ള ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡസ് റിപ്പബ്ലിക് മീൻ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ ആ ഒരു സാഹചര്യത്തിൽ, ആ ഒരു കോണ്ടെക്സ്റ്റിൽ റിപ്പബ്ലിക് എന്നുള്ള വേർഡിൻ്റെ മീനിങ്: റിപ്പബ്ലിക് മീൻസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഇലക്റ്റഡ് ബൈ ദ പീപ്പിൾ, നോ കിങ് ഓർ ക്യൂൻ റൂൾസ് ഇന്ത്യ. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിനെ ഇലക്ട് ചെയ്യുന്നത് ജനങ്ങളാണ്, അല്ലാതെ ഒരു കിങ്ങോ ക്യൂനോ ഒന്നുമല്ല ഇന്ത്യ ഭരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ടേം ജസ്റ്റിസ് ആസ് മെൻഷൻഡ് ഇൻ ദ പ്രിയാമ്പിൾ. പ്രിയാമ്പിളിൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റിസ് മീൻസ് എവരി വൺ ഷുഡ് ബി ട്രീറ്റഡ് ഫെയർലി, നോ വൺ ഷുഡ് ബി ട്രീറ്റഡ് ബാഡ്ലി ബിക്കോസ് ഓഫ് ദെയർ കാസ്റ്റ്, മണി ഓർ ബാക്ക്ഗ്രൗണ്ട്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ നീതി, ന്യായം, അതായത് എല്ലാവരെയും തുല്യമായിട്ട് ഒരു ന്യായത്തിൻ്റെ രീതിയിൽ കൺസിഡർ ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. ആരെയും അവരുടെ കാസ്റ്റോ റിലീജിയനോ മണിയോ ബാക്ക്ഗ്രൗണ്ടോ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യരുത്. വാട്ട് ഡസ് ലിബർട്ടി സിഗ്നിഫൈ ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ ആമുഖത്തിൽ ലിബർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് എന്തിനാണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ലിബർട്ടി സിഗ്നിഫൈസ് ദ ഫ്രീഡം ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. It ensures that every individual has the right to live freely within legal limits. ലിബർട്ടി എന്ന് പറഞ്ഞാൽ ഫ്രീഡം, സ്വാതന്ത്ര്യമാണ്. അതായത് നമുക്ക് നമ്മുടെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യമൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ഇൻഡിവിജ്വൽസിനും, എല്ലാ വ്യക്തികൾക്കും ഈ ഒരു രാജ്യത്ത് ഫ്രീ ആയിട്ട് പീസ്ഫുള്ളി ജീവിക്കാനുള്ള ഒരു അവകാശം കൂടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഹൗ ഡസ് ദ ടേം ഇക്വാലിറ്റി റിലേറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ ഒബ്ജക്റ്റീവ്സിന് ഇക്വാലിറ്റി എങ്ങനെ റിലേറ്റ് ചെയ്യുന്നുണ്ട്? ഇക്വാലിറ്റി മീൻസ് തുല്യത.
Equality means everyone is equal in the eyes of law. No one should be treated differently because of their religion, caste or gender. Equality എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തുല്യതയിൽ ട്രീറ്റ് ചെയ്യുക, അല്ലാതെ അവരുടെ ജെൻഡറോ കാസ്റ്റോ റിലീജിയനോ അടിസ്ഥാനത്തിലൊന്നല്ല അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഡിഫൈൻ ദ വേർഡ് ഫ്രാറ്റേണിറ്റി ഇൻ ദ പ്രിയാമ്പിൾ. ഫ്രാറ്റേണിറ്റി മീൻസ് സഹോദര്യം. ആ ഒരു വേർഡ് പ്രിയാമ്പിളിൽ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഫ്രാറ്റേണിറ്റി മീൻസ് ബ്രദർഹുഡ്. ഓൾ ഇന്ത്യൻസ് ഷുഡ് ലിവ് ടുഗദർ പീസ്ഫുള്ളി ആൻഡ് വിത്ത് റെസ്പെക്ട് ഫോർ വൺ അനദർ. അതായത് സഹോദര്യത്തോടു കൂടി എല്ലാവരും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഇതാണ് ഫ്രാറ്റേണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈ ഈസ് ദ പ്രിയാമ്പിൾ കൺസിഡേർഡ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്തുകൊണ്ടാണ് ഈ ഒരു പ്രിയാമ്പിൾ, ഈ ഒരു ആമുഖം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ഒരു ഭാഗമാണെന്ന് പറയാനുള്ള കാരണം? ദ പ്രിയാമ്പിൾ ഔട്ട്ലൈൻസ് ദ ഗോൾസ് ആൻഡ് ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ്, അതുപോലെ ലക്ഷ്യങ്ങൾ, ഇതൊക്കെ ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്. ഒബ്ജക്റ്റീവ്സും പ്രിൻസിപ്പിൾസും ഒക്കെ ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രിയാമ്പിൾ. ഇറ്റ് ഹെൽപ്സ് us അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂസ് ഓഫ് ഇന്ത്യൻ ഗവൺമെൻറ്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ വാല്യൂസ് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു എസെൻഷ്യൽ പാർട്ടാണെന്ന് പറയാൻ കാരണം. ഓക്കെ.